കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഇന്ന് വലിയൊരു വഴിത്തിരിവിലാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ VD സതീശൻ വരുന്ന തിങ്കളാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. എന്നാൽ ഈ വൻ വിജയത്തിന്റെ മറുപുറത്ത് പരാജയപ്പെട്ട ഇടതുപക്ഷ ക്യാമ്പിൽ ഇപ്പോൾ വലിയൊരു വിസ്ഫോടനമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ CPM കോട്ടകളിൽ നിന്ന് തന്നെ സമാനതകളില്ലാത്ത വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. UDF ക്യാമ്പിൽ വൻ വിജയത്തിന്റെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ തോൽവി നേരിട്ട ഇടതുപക്ഷ ക്യാമ്പ് ഇപ്പോൾ സമാനതകളില്ലാത്ത ആഭ്യന്തര കലഹത്തിലേക്കാണ് നീങ്ങുന്നത്. CPMന്റെ ഏറ്റവും ശക്തമായ മണ്ണായ കണ്ണൂരിൽ നിന്നാണ് പാർട്ടിയിലെ പരമോന്നത നേതാക്കൾക്കെതിരെ ഇപ്പോൾ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത ഭാഷയിലാണ് നേതാക്കൾ വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ താൻ പ്രമാണിത്വവും ജനങ്ങളിൽ നിന്ന് അകന്നുള്ള ധാർഷ്ട്യവും നിറഞ്ഞ ശൈലിയുമാണ് ഇത്തവണ വൻ പരാജയത്തിന് പ്രധാന കാരണമെന്ന് യോഗത്തിൽ നേതാക്കൾ തുറന്നടിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുഖ്യമന്ത്രി നടത്തിയ ചില പരാമർശങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പാർട്ടി നേതൃത്വം ഇനിയെങ്കിലും തങ്ങളുടെ തെറ്റായ ശൈലി തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അണികൾ അത് തിരുത്തിക്കുമെന്ന ശക്തമായ താക്കീതാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. പാർട്ടിയുടെ പരമ്പരാഗത കോട്ടകളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉൾപ്പെടെ നേരിട്ട പരാജയങ്ങൾ അണികളുടെയും ജനങ്ങളുടെയും ഈ പ്രതിഷേധത്തിന്റെ തെളിവാണെന്ന് യോഗം വിലയിരുത്തി. പയ്യന്നൂരിലെ ജനകീയ സ്ഥാനാർത്ഥിയായ V കുഞ്ഞികൃഷ്ണനെ പാർട്ടി നേതൃത്വം വളരെ ചെറുതായി കണ്ടുവെന്നും താഴെത്തട്ടിലെ അടിയൊഴുക്കുകൾ കണ്ടെത്താൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും കടുത്ത വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിക്കൊപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും യോഗത്തിൽ കടുത്ത വിചാരണ നേരിടേണ്ടി വന്നു. കണ്ണൂരിലെ പാർട്ടിയും സംഘടനയിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സംസ്ഥാന സെക്രട്ടറി സ്വന്തം ഭാര്യയായ PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ മാത്രമാണ് താല്പര്യം കാണിച്ചതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. അണികളുടെ വികാരം മനസ്സിലാക്കാതെയുള്ള ഇത്തരം കുടുംബ രാഷ്ട്രീയ നീക്കങ്ങൾ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്തുവെന്നാണ് സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പ് തോൽവി കേവലം ഒരു ഭരണവിരുദ്ധ വികാരം മൂലം ഉണ്ടായതല്ല, മറിച്ച് നേതാക്കളുടെ പെരുമാറ്റ ശൈലിയിലും പാർട്ടി സംവിധാനങ്ങളുടെ അനാസ്ഥയും കാരണമാണെന്ന് യോഗം അസന്നിഗ്ധമായി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്കും ഈ ലഹള പടരുമെന്നാണ് സൂചനകൾ. CPMലെ ആഭ്യന്തര ലഹള കേവലം കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. തെക്കൻ കേരളത്തിലെ പ്രമുഖ ശക്തി കേന്ദ്രമായ പത്തനംതിട്ടയിലും പാർട്ടി നേതൃത്വത്തിന്റെ കടുത്ത കലാപക്കൊടിയാണ് ഉയർന്നിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പങ്കെടുത്ത പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ നേതാക്കൾ ആഞ്ഞടിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയന് പ്രായപരിധിയിൽ പ്രത്യേക ഇളവ് നൽകിയ പാർട്ടി നിലപാടിനെതിരെ യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നു. പിണറായിക്ക് ഈ ഇളവ് നൽകിയത് അദ്ദേഹത്തിന് വീണ്ടും മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി മാത്രമായിരുന്നുവെന്നും എന്നാൽ അത് പാർട്ടിയുടെ തകർച്ചയ്ക്കാണ് വഴിവെച്ചതെന്നും നേതാക്കൾ തുറന്നടിച്ചു. ഈ തെറ്റായ തീരുമാനം തിരുത്താൻ പാർട്ടി തയ്യാറാകാത്തതാണ് ജനങ്ങൾക്കിടയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയത്. കനത്ത തോൽവി നേരിട്ടതിനു ശേഷവും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി നിയമിച്ച തീരുമാനമാണ് പത്തനംതിട്ടയിലെ നേതാക്കളെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. ഈ തീരുമാനം പൂർണ്ണമായും തെറ്റാണെന്നും എത്രയും വേഗം ഇത് റദ്ദാക്കണമെന്നുമാണ് ജില്ലയിലെ ഭൂരിഭാഗം നേതാക്കളുടെയും ആവശ്യം. പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവാകാൻ കൊള്ളാവുന്ന മറ്റ് നേതാക്കളില്ലേ എന്ന ചോദ്യവും യോഗത്തിൽ ശക്തമായി ഉയർന്നു. കഴിഞ്ഞ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാധാരണ പാർട്ടിക്കാർക്കും അണികൾക്കും പൂർണ്ണമായും അന്യമായിരുന്നുവെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. സാധാരണക്കാരായ പാർട്ടിക്കാർക്കോ അവരുടെ ആവശ്യങ്ങൾക്കോ ഗവൺമെന്റിൽ യാതൊരു വിലയും ലഭിച്ചിരുന്നില്ല. കോർപ്പറേറ്റ് ശൈലിയിലുള്ള ഒരു ഭരണം പാർട്ടിയുടെ അടിത്തറ ഇളക്കിയെന്നും നേതാക്കൾ യോഗത്തിൽ തുറന്നു പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും പത്തനംതിട്ടയിൽ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ഉയർന്നത്. കണ്ണൂരിലെ പാർട്ടിയിൽ ഉൾപ്പെടെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഗോവിന്ദൻ പിന്തുണച്ചത് സ്വന്തം ഭാര്യയെ മാത്രമാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. സംഘടനാപരമായ പോരായ്മകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാന നേതൃത്വം ഇനിയെങ്കിലും മാറണമെന്ന ശക്തമായ ആവശ്യമാണ് പത്തനംതിട്ടയിൽ നിന്ന് ഉയരുന്നത്. ഇടതുപക്ഷത്ത് കലഹം മുറുകുമ്പോൾ മറുവശത്ത് UDF തിങ്കളാഴ്ച ഭരണമേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 മന്ത്രിസ്ഥാനങ്ങളും സ്പീക്കർ പദവിയും ലഭിക്കും. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനങ്ങളും ലഭിക്കും. മുൻപ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൈവശം വെച്ചിരുന്ന സുപ്രധാന ധനകാര്യ വകുപ്പ് ഇത്തവണ കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ എന്നിവരോടൊപ്പം വലിയൊരു യുവനിരയും ഇത്തവണ മന്ത്രിസഭയിലെത്തും. പിണറായി വിജയന്റെ ശൈലിക്കേറ്റ തിരിച്ചടിയാണ് ഈ ജനവിധി എന്ന വിലയിരുത്തലുകൾക്കിടയിൽ VD സതീശൻ തന്റെ വേറിട്ട ലളിതമായ ഭരണശൈലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തന്റെ യാത്രകൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകരുതെന്ന് അദ്ദേഹം DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വെട്ടിച്ചുരുക്കിയ സതീശന്റെ തീരുമാനത്തെ ജനകീയ മന്ത്രിസഭയുടെ നല്ല തുടക്കമെന്ന് ചാണ്ടിയുമൻ MLAയും വിശേഷിപ്പിച്ചു. കേരള രാഷ്ട്രീയം ഇന്ന് വലിയൊരു ചരിത്ര സന്ധിയിലാണ്. ഒരു വശത്ത് തർക്കങ്ങൾ മറന്ന് ജനകീയമായൊരു ഭരണത്തിലേക്ക് VD സതീശൻ ചുവടുവെക്കുമ്പോൾ മറുവശത്ത് തിരുത്തലുകൾക്ക് തയ്യാറാകാത്ത നേതൃത്വത്തിനെതിരെ CPMനുള്ളിൽ വലിയൊരു ലഹള പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം എങ്ങോട്ട് തിരിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.